ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷീ സ്കിൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വാൾ ഡെക്കറാണ്. സിമ്പിളായിട്ട് നമുക്ക് പരിസരത്ത് നിന്നും കിട്ടുന്ന ചെറിയ ചെറിയ സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് നല്ലൊരു വാൾ ഡെക്കർ നിർമ്മിക്കാം. അപ്പോൾ അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. കാർഡ്ബോർഡ്, ഇത് നമുക്ക് സുലഭമായിട്ട് കിട്ടും അല്ലേ. പിന്നെ ഇത് തന്നെ കാർഡ്ബോർഡിൻ്റെ തന്നെ 2 ക്വാളിറ്റിയുള്ള കാർഡ്ബോർഡ്സാണിത്. ഒന്ന് നേരിയ ഒരു കാർഡ്ബോർഡും ഒന്ന് കുറച്ച് തടിച്ചിട്ടുള്ളതും. ഈ നേരിയത് നമ്മളെ ഡ്രസ്സിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് കിട്ടുന്ന കാർഡ്ബോർഡ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതുപോലത്തതാണ്. പിന്നെ ഗമ്മ്, ഒരു പെൻസില്, ഒരു സ്കെയില്, ഇത്രയാണ് മെയിനായിട്ട് ആവശ്യമുള്ളത്. പിന്നെ ഒരു ക്ലോത്ത് കൂടെ വേണം. നമ്മുടെ ഇഷ്ടത്തിനുള്ള ക്ലോത്ത് എടുക്കാം. ഞാനിപ്പോൾ ഇതാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം നമുക്ക് ജ്യൂട്ടിൻ്റെ ഷീറ്റ് എടുക്കാം. അത് നമ്മുടെ ക്രിയേറ്റിവിറ്റി പോലെ. ഞാൻ ജസ്റ്റ് ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അതിനാദ്യമായിട്ട് നമ്മുടെ ഈ കട്ടി കൂടിയ കാർഡ്ബോർഡിൽ ഒരു അംബ്രലേൻ്റെ ഒരു ഷേപ്പ് വരച്ചെടുക്കണം. അപ്പോൾ ഇതാ നമ്മൾ അംബ്രലേൻ്റെ ഷേപ്പ് ഇതിൽ ഏകദേശം വരച്ചെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു കോണും അതിൻ്റെ ഒരു കാലും. ഇനി അതെന്ത് ചെയ്യണം, ആ ഷേപ്പിൽ തന്നെ നമുക്കത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഷേപ്പ്. ഒരു ജസ്റ്റ് അംബ്രല മോഡൽ എന്നേ ഉള്ളൂ. കറക്റ്റ് അംബ്രല ആയിട്ട് കിട്ടണമെന്നൊന്നുമില്ല കേട്ടോ. ആ കാലും ഒരു കോണും താഴെ വേണം. ഇനി എന്ത് ചെയ്യണം, ഈ മുറിച്ചെടുത്തതിൻ്റെ മുകളിൽ നമ്മൾ എടുത്തു വെച്ച ക്ലോത്ത് ഒന്ന് ഗം ചെയ്തെടുക്കണം. നല്ല ഫിനിഷിംഗ് ആയിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ഗം ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഗം ചെയ്തതിന് ശേഷം ഇതിൻ്റെ അരികുകളെല്ലാം മുറിച്ചെടുത്തിട്ട് ഇതൊരു നമ്മൾ കാർഡ്ബോർഡിൻ്റെ അതേ ഷേപ്പിലേക്ക് മാറ്റിയെടുക്കണം. ഇപ്പോൾ ഇത് ഗമ്മ് പിടിച്ചെടുക്കാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഷേപ്പാണിത്. ഇതിൻ്റെ ചുറ്റും മുറിച്ചിട്ട് ആ ഒരു ഷേപ്പിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം മുറിച്ച് വെച്ച സ്ക്വയർ പീസസ് ഉണ്ടല്ലോ, ആ സ്ക്വയർ പീസസ് എടുത്തിട്ട് അതിലും എന്ത് ചെയ്യണം, ഇതുപോലെ നമുക്ക് ആ ക്ലോത്ത് ഗം ചെയ്തെടുക്കണം. ഓരോന്നും നല്ല വൃത്തിക്ക് പൊന്തിപ്പോവാത്ത രീതിയിൽ നമുക്കത് ഗം ചെയ്തെടുക്കാം. അപ്പോൾ അതുപോലെ ഞാൻ ഗം ചെയ്തെടുത്തിട്ടുള്ളതാണ് 3 നമ്മുടെ സ്ക്വയർ ബോർഡും 1 നമ്മുടെ അംബ്രലയുടെ ഷേപ്പും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് നമുക്കൊന്ന് കോണാക്കിയെടുക്കാം. അതുപോലെ നമുക്ക് കടലക്കൊക്കെ നമുക്ക് നമ്മൾ ചുറ്റിയെടുക്കുന്നത് പോലെ ഒന്ന് ജസ്റ്റ് കോണാക്കിയിട്ടെടുക്കാം. കറക്റ്റ് വെച്ചതിന് ശേഷം ഞാനൊന്ന് സ്റ്റാപ്ലർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഗമ്മ് ചെയ്ത് കഴിഞ്ഞാൽ ഗമ്മ് ചെയ്ത് എടുക്കാൻ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ടൊന്ന് നമുക്ക് സ്റ്റാപ്ലർ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ 3 എണ്ണവും നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ കോണാക്കിയിട്ട് സ്റ്റാപ്ലർ ചെയ്തെടുക്കാം. പിന്നെ നമ്മളെ 3 എണ്ണവും നമ്മൾ എന്താക്കിയിട്ടുണ്ട്, കോണാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഈ 3 കോണുകളും നമുക്ക് ഈ അംബ്രലേൻ്റെ ഷേപ്പിൽ ഗം ചെയ്തെടുക്കണം. 3 നല്ല വൃത്തിക്ക് അതിൻ്റെ ഇനി നമുക്ക് ഇതിൻ്റെ എൻഡ് ഭാഗത്ത് ആ കോണിൻ്റെ അടുത്തായിട്ട് ഒരു ബോ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ അറ്റത്ത് വേണ്ടത്ര വണ്ണത്തിൽ ഒരു ക്ലോത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു ബോ ആക്കാനുള്ള ഒരു ചെറിയൊരു ബോ ആക്കാനുള്ളൊരു ക്ലോത്ത് നമുക്ക് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഒരു ബോ ആക്കിയിട്ട് അതിൻ്റെ എൻഡിൽ നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം.